എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. 2024 ജനുവരി മാസം 26-ാം തീയതി തിരുവല്ല മഴുവങ്ങാട് ജീസസ് വോയിസിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന നടക്കും. നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ശാപങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ പരാജയങ്ങളെ നീക്കുവാൻ, നിങ്ങളുടെ തകർച്ചകളെ പണിയുവാൻ, വിട്ടുമാറാത്ത മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ, ആഭിചാര ശക്തികളിൽ നിന്നും മന്ത്രശക്തികളിൽ നിന്നും വിടുതൽ കിട്ടുവാൻ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ വന്ന് പങ്കുചേരണം. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാകും. ആ 12 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ഞാൻ 12 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ട്. കൂടാതെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ കുണ്ടറ, കർത്താവിൻ്റെ ദാസൻ അരവിന്ദ് മോഹനൻ ഒക്കെ നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്കുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീമുണ്ട്. നിങ്ങൾ രാവിലെ വരണം. 9 മണി തൊട്ട് രാത്രി 9 മണി വരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുക. കർത്താവ് വലിയവ ചെയ്യും. നിങ്ങൾ കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ കാണുക. എത്ര വർഷമായിട്ട് ഈ കൈക്ക് പ്രശ്നം? 2 വർഷമായി. അതിഭയങ്കര വേദന. ഈ കൈ പൊങ്ങത്തില്ല. ജീസസ് എന്നാ കൈ ഒന്ന് പൊക്കി കാണിച്ചേ. ജീസസ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഒന്ന് വീശി കാണിച്ചേ. നോക്കിയേ, 2 വർഷം തളർന്നെന്ന് പറഞ്ഞ കൈ. അന്റെ സന്തോഷമായോ? യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നോ? ഇവർക്ക് കുറച്ചു ദിവസം മുമ്പ് ഇവരുടെ പെടലി സ്റ്റക്കായ പോലായി. ശരിയാണോ? എന്നിട്ട് ഇത്രയും ഭാഗം ശരിക്കും തൊട്ടാൽ അറിയത്തില്ല. ഇങ്ങനെ തിരിക്കാനും നൂരാനും കിടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഷോൾഡർ സംബന്ധമായി ഇങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങ് പോയില്ല. ശരിക്കും പ്രാർത്ഥിക്കാൻ ഇപ്പൊ എന്തോ സംഭവിച്ചു? ഇപ്പൊ എനിക്കത് വിടുതലുണ്ടായി. മരപ്പില്ല, പെടലി തിരിക്കുന്നതിന് പ്രശ്നമില്ല, തൊട്ടാൽ അറിയാം. ജീസസ് കർത്താവ് ഇവളെ തൊടുന്നത് കണ്ടോണ്ടാ ഇവളെ എഴുന്നേൽപ്പിച്ച്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.